അടുത്ത വത്തിക്കാൻ സിറ്റി എന്നുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ സ്ട്രീറ്റിൽ വന്നിരിക്കണം. വത്തിക്കാൻ സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ജനത്തിരക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഹിസ്റ്ററി ആയിട്ട് വരാൻ അങ്ങനൊന്നുമില്ല കൂടുതലായിട്ട്. ഇവിടെ സ്ട്രീറ്റിലെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഹിസ്റ്ററിയെല്ലാം ഉണ്ടെങ്കിലും ഞാൻ കൂടുതൽ ഇതൊക്കെയായിരിക്കും ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല ജനങ്ങളുടെ ബഹളമാണ് സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്തോ നല്ലൊരു ഫൗണ്ടനാണ്, ഒരു വാട്ടർ ഫൗണ്ടനാണ് ഒരു സ്റ്റാച്ചു. അപ്പൊ അത് കാണാനായിട്ടാണ് ഇവിടെ ഈ ജനം തിക്കി തിരച്ച് എന്ത് തിരക്കാളി നോക്കി ഈ വാട്ടർ ഫൗണ്ടന് കാണാനായിട്ട്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ. ഈ കൊത്തുപണി ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ജനത്തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്റെ പുറകെ കാണുമ്പോൾ ഈ വാട്ടർ ഫൗണ്ടനോടുകൂടിയുള്ള സ്റ്റാച്ചു ഒന്ന് നോക്കും. എത്ര മനോഹരമായിട്ടാണ് ഇവരെ കൊത്തുപണി നടത്തിയിരിക്കുന്നത് ഇവിടെ. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഗംഭീരമായിട്ടുണ്ട് സത്യം പറഞ്ഞു. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. വത്തിക്കാൻ സിറ്റിയിൽ ഞാൻ മറ്റേ അവിടെ മാർപ്പാപ്പയുടെ അവിടെ പോയിട്ട് ഇപ്പോഴാണ് ഞാൻ ഇത്രത്തോളം ജനത്തിരക്ക് കാണുന്നത്. ണ്ടോ ഓരോ ഗ്രൂപ്പായിട്ട് സഞ്ചാരികൾ എത്തിയിരിക്കുകയാണ്. ആ കുട പിടിച്ചു പോകുന്നുണ്ടോ അവരെ. ഈ തിരക്കിലല്ലേ ആളറിയാതെ മാറിപ്പോരും. ഫോട്ടോസ് എടുക്കാൻ നല്ല അടിപൊളി ഫ്രെയിമാണ് ഇവിടെ. ഈ തിരക്കിന്റെ ഇടയിലൂടെ കുറെ ഇലക്ട്രിക് വെഹിക്കിളും കൊണ്ട് കുറെ പേര് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിന്റെ പല നാനാഭാഗങ്ങളെന്നാണ് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ. ഇത്രയും തിരക്ക് ആലോചിച്ചു നോക്കി. ഈ ഒരു സ്റ്റാച്ചുവിന്റെ മുന്നിൽ ഒരു വിസിലടിക്കണം സെക്യൂരിറ്റീസ്. ആ വെള്ളത്തിൽ ഇറങ്ങണവര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടേക്ക് പലരും ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഓ അത് തടയാനായിട്ടാണ് സത്യം പറഞ്ഞ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ഫോട്ടോസ് എടുക്കാവുന്ന ബഹളമുണ്ടോ ഇവിടെ. ഫോട്ടോസ് എടുക്കുന്ന ചിലതല്ല ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ എന്റെ പുറകിലുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് സ്ട്രീറ്റ് ഒന്ന് കാണിച്ചാൽ എന്തായാലും സ്ട്രീറ്റ് മുഴുവൻ ആളുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞു. നമ്മളിവിടെ നിന്ന് അങ്ങനെ നടന്നു പോകണ്ട. ഇവിടെ ഒരു മുന്നിലൊരു ചർച്ചൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഈ സ്ട്രീറ്റിന്റെ ഉള്ളിൽ കൂടെ നടന്ന് അങ്ങോട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ ഫൗണ്ടന്റെ അടുത്ത് തന്നെ. ക്ലോസ്ഡ് ആണ് പക്ഷേ. മെക്ഡൊണാൾഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മെക്ഡി അല്ലേ അവിടെ? അതെ സോറി മെക് കഫേ ആണ്. ഇവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തിരക്കാണ്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഈ വാട്ടർ ഫൗണ്ടന്റെ അവിടെ. ഈ ഫൗണ്ടന്റെ പേര് ഇവിടെ ഫൊണ്ടാന ദി ത്രെവി ഫൗണ്ടൻ. ഈ വിസിലടി കേൾക്കണത് ഇവിടുത്തെ സെക്യൂരിറ്റീസ് ഉണ്ടോ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനായിട്ട്. ചിലവരൊക്കെ വെള്ളത്തിലിറങ്ങി ഫോട്ടോസ് എടുക്കാനുള്ളൊരു ശ്രമിച്ചു നോക്കുന്നുണ്ടാവുന്നു. വെള്ളത്തിലിറങ്ങിയ പിന്നെ അവിടെ കംപ്ലീറ്റ് ആ വെള്ളം നാശമാക്കും. അപ്പൊ അത് നല്ല രീതിയിൽ എന്താ പറയാ മാലിന്യമാക്കാതെ സൂക്ഷിക്കാനാണ് അവർ സത്യം പറഞ്ഞാൽ ഇത്രയും സെക്യൂരിറ്റീസ് അവിടെ നിന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കണം. ഇതാണ്ടോ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു കേട്ടോ. അത് എത്ര ക്ലീനാന്നുണ്ട് ഈ വെള്ളം വാട്ടർ ഫൗണ്ടൈൻ്റെ. അത് സ്ട്രീറ്റ് ആണ് ഇത്. ആളുകളൊക്കെ ഇങ്ങനെ സൈഡ് ഇരിക്കണ്ടേ. ഇറ്റലിയുടെ കൊടിയുടെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യപ്രൗഢിയോടുകൂടെ. വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ.
ഗവൺമെന്റ് തന്നെ ഇവിടുത്തെ ഇറ്റാലിയൻ. അതിന്റെ സൈഡ് തന്നെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഹോട്ടലാണ് ഇവിടെ, ഹോട്ടൽ അക്കാഡമിയ. ഈ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇന്റർനാഷണൽ ലെവലിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും വത്തിക്കാൻ സിറ്റി സത്യം എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടേ പോകും. നമ്മുടെ സമയത്തിൽ വത്തിക്കാൻ സിറ്റി വന്ന് കാണാണ്ട് അത്രയും ലോകം പ്രശസ്തമായ ഒരു സ്ഥലമല്ല വത്തിക്കാൻ. ഒഫീഷ്യലായിട്ടുള്ള ബിൽഡിംഗ് ഇവിടെ മെയിൻ റോഡിൽ വളരെ അതിഗംഭീരമായ കാഴ്ചകളുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇത്, സ്റ്റോർ. ഇവിടുത്തെ ബസ്സുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇപ്പുറത്തെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, ഇത് ഓപ്പൺ ആണ്. പക്ഷെ ഒരുപാട് ചർച്ചുകൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. വത്തിക്കാൻ സിറ്റിയൊക്കെ പിന്നെ സ്ട്രീറ്റിലൊക്കെ തിരക്കുകളാണ്. അതാണ് എത്ര പേര് ഇവിടെ ക്രോസ് ചെയ്യണം നോക്കിയാണ്. കാണുന്ന പല ബിൽഡിങ്ങുകളും ഇവിടുത്തെ ഹോട്ടലും അതേപോലെ തന്നെ എന്താ പറയുക ഒഫീഷ്യലായിട്ടുള്ള കുറെ ബിൽഡിങ്ങുകളാണ്. വത്തിക്കാൻ സിറ്റി വന്നപ്പോൾ നമുക്ക് കാഴ്ചകൾ തന്നെ ഒരുപാട് മാറിപ്പോയിട്ടോ. നമ്മളെ വത്തിക്കാൻ സിറ്റി എന്താ പറയുക മാർപ്പാപ്പയെ കാണാൻ പോയ ആ ഭാഗം സത്യം പറഞ്ഞ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ. ഇതിവിടെ ഒരു ടവലാണ്, എത്ര ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കണം. അതിമനോഹരമായിട്ടാണ് ടൗണിലേക്ക് നിർമ്മിച്ചിരിക്കണം സത്യം പറഞ്ഞത്. അവിടെ നമുക്ക് വലിയൊരു സ്റ്റാച്ചു ഒക്കെ കാണാൻ സാധിക്കും. Invece poi alla fine non è così, perché pure che pagando la casa rimane stai lei. Ma io proprio questo che ho voluto. ഈ നഗരമധ്യത്തിൽ സത്യം പറഞ്ഞ ഒരുപാട് പള്ളികൾ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇവിടെ ഒരു പള്ളി കാണാൻ കഴിയും നമുക്ക്. അത്യാവശ്യം സഞ്ചാരികളൊക്കെ പല പള്ളിയിലും വന്ന് കയറി. നമ്മളെയും കൊണ്ട് പല വഴി കൂടെ ഉണ്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പുള്ളിയാ വളരെ ആസ്വദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ നമ്മളെ പല സ്ഥലത്തും കാഴ്ചകൾ കാണാനായിട്ട് എത്തിക്കുന്നുണ്ടോ. ഇവിടുത്തെ ഇതിന്റെ പേര് എനിക്കറിയില്ലേ, ഇറങ്ങിയ അദ്ദേഹത്തെ ഹിസ്റ്ററി കാണണം. നമ്മളെ വന്നു ഒരു സ്ട്രീറ്റിന്റെ ഉള്ളിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് പുള്ളി. പല കാഴ്ചകളും കാണിച്ചു തന്നുകൊണ്ടാണ് പുള്ളി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശേഷമാണ് ഇവിടെ. റെസ്റ്റോറൻറ്റ്സും ചെറിയ റെസ്റ്റോറൻറ്റ്സും കഫേസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ് ഈ സ്ട്രീറ്റിലൊക്കെ ഉള്ളത് സത്യം പറഞ്ഞു. നമ്മളങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ. ഇത് വളരെ ഇറ്റലിയിൽ വളരെ ഫേമസ് ആണ് ഇത്. ഒരുപാട് സഞ്ചാരികൾ സത്യം പറഞ്ഞ് ഇവിടെ എത്തിപ്പെടുന്നത്. È fatto giù, ok? 40 minuti.
Tipo questo, se Colosseo, se Colosseo le patina sul verso, നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ കൊളോസിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റലിയിൽ വളരെ ഫേമസ് ആണ് ഇത്. പിന്നെ എനിക്കിതിന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അതിന്റെ പേര് അറിഞ്ഞ പേരെന്താ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കൊളോസിയോ കൊളോസിയോ സി അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊളോസിയോ എത്തില്ല ഇവരുടെ കാഴ്ചകൾ ഞാൻ മനസ്സിലാവും. കാഴ്ചയിലോട്ട് പോകണം. ഒരുപാട് ജനത്തിരക്ക് സഞ്ചാരങ്ങൾ കിട്ടില്ല. ആരുടെ വണ്ടിയാണ്? അയാളല്ല നല്ല സൗണ്ട് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകണ്ട. ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ അത്രയേ ഉള്ളൂ. ഉള്ളിലായിട്ട് അങ്ങനെ കയറണമൊന്നുമില്ല. നമ്മളങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വേണ്ട. ഇതിലൊന്നും പറഞ്ഞ് എന്താണെന്നുള്ളതൊന്ന് ചുറ്റി കാണും. ജസ്റ്റ് ഒന്ന് വീട് ചുറ്റുപാടുള്ള കാഴ്ചകൾ ഞാൻ വളരെ എന്താ പറയാ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് കേട്ടോ കൊളോസിയോ ഒക്കെ. വത്തിക്കാൻ സിറ്റി റോമെല്ലാം നമ്മൾ വന്ന് ഇറങ്ങുമ്പോ ഇവിടെയൊക്കെ മിസ് ചെയ്യാതെ എന്തായാലും വന്ന് കാണേണ്ടത് നിർബന്ധമാണ്. സത്യം പറഞ്ഞ ആ ഡ്രൈവർ എന്തോ ഭാഗ്യത്തിനാണ് നമ്മളിവിടെ എത്തിച്ചത്. കണ്ടോ എത്രത്തോളം സഞ്ചാരികളാണ് ഇവിടെ വന്നിരിക്കണം നോക്കുക. അവിടെ പേരുണ്ട് കൊളോസിയം. കൊളോസിയം സ്റ്റോറി ഈശ്വരൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോ ഗ്രൂപ്പായിട്ട് സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ റോമൻ വത്തിക്കാൻ സിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ ഉണ്ടാകുന്ന സിറ്റിയാണ്. സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല ഡ്രൈവറാണ് എന്നോട് എത്തിച്ചത്. പിന്നെ അങ്ങനെ കൊടുക്കുന്ന പൈസ നമ്മൾ മുതലാക്കിയിട്ടുണ്ട്. ഒരുപാട് സഞ്ചാരികൾ കൊണ്ടുപോകുന്നു. നമ്മൾ കൂട്ടാളികളായിട്ട് ഷോട്ടനും ശിവയും കൂടെ കേട്ടോ. ശിവ ഹൈദരാബാദ് വിഷ്ണോട്ടം നടന്ന് ക്ഷീണിച്ച് എന്താ വിഷ്ണോട്ടാ? പിന്നെ എന്തൊരു അശോകന് കുറച്ച് പാലാവാന്ന്. ഇതാണ്ട് ഇവിടെ നിന്നാണ് എൻട്രി ഉള്ളിലേക്ക്. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റാലിയനിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അയ്യോ ഇത് ഇതെവിടെ ഉണ്ട്. ഇത് കൊളോസിയം കൺസിസ്റ്റ് ഓഫ് 4 ലെവൽസ് 18 ആർക്സ്. 80 ആർക്കുകളാണ് ഇതിനുള്ളത്. ഈ ബിൽഡിങ്ങിന്റെ ഒരു കണ്ടോ ഒരു സ്ട്രക്ചറാണ് ഇവര് ഡ്രോയിൻ ചെയ്തിട്ട് വെച്ചിരിക്കണം. ഇവിടെയൊക്കെ സൈഡ് ഭിക്ഷക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യണം. കാണാൻ ഇതിങ്ങനെ ചുറ്റി നടന്ന് കാണാനില്ലേ അത്യാവശ്യം എന്താ പറയാ വലിയൊരു സർക്കിളാണ്. അതുകൊണ്ട് ഈ കാറ്റ് തണുത്ത കാറ്റ് കൊണ്ട് എല്ലാവരും സൈഡിൽ നിന്ന് വിശ്രമിക്കുകയാണ്. അത്രത്തോളം സഞ്ചാരികള് അല്ലേ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് ഇവിടേക്ക്. കുറെ പേര് ക്യാപ്പുകൾ വിൽക്കാനും വെയിലല്ലേ അതുകൊണ്ട് ഒരുപാട് ചെലവായി പോയി ക്യാപ്പുകളൊക്കെ. പക്ഷേ ബംഗ്ലാദേശികളും പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് ഓരോരുത്തര്. വെയിലായിരിക്കും ഇവരൊക്കെ ചിലപ്പോൾ ഇവിടെ കയറി വന്നിട്ടുണ്ടാവുക. അവിടെ വലിയൊരു ആർക്ക് നമുക്ക് കാണാൻ കഴിയട്ടോ ഇതിന്റെ മുന്നില്. ഇവിടെ കണ്ടു ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടത്.
ഈ ബിൽഡിങ്ങിന്റെ പകുതി മാത്രമേ പക്ഷേ വലിയ സൈഡ്. കൊളോസിയം ഇറ്റാലിയനിൽ കൊളോസിയോ എന്നറിയപ്പെടുന്നു. പുരാതന ഗ്രീക്ക് പദമായ കൊളോസോസ് എന്നതിൽ നിന്ന് വലിയ പ്രതിമ അല്ലെങ്കിൽ ഭീമൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇറ്റലിയിലെ റോം നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ആംഫി തിയേറ്ററാണിത്. റോമൻ ഫോർത്തിന് തൊട്ടുകിഴക്ക് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പുരാതന ആംഫി തിയേറ്ററുമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് ആംഫി തിയേറ്ററുമാണിത്. 72 വെസ്പാസിയൻ ചക്രവർത്തിയുടെ കീഴിൽ നിർമ്മാണം ആരംഭിച്ചു. AD 80 അദ്ദേഹത്തിന്റെ പിൻഗാമിയും അവകാശിയുമായ ടൈറ്റസിന്റെ കീഴിൽ ഇത് പൂർത്തിയായി. ഡൊമീഷ്യന്റെ ഭരണകാലത്ത് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തി ഈ കൃതിയുടെ രക്ഷാധികാരികളായിരുന്ന 3 ചക്രവർത്തിമാരെ ഫ്ലേവിയൻ രാജവംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തൊരു സ്ഥലത്തേക്ക് ബാംഗ്ലൂർ നിന്നാണ് പിള്ളേരൊക്കെ എല്ലാവരും കയറിയിട്ടുണ്ട്. സ്ഥലം ഒന്നും അറിയില്ല, എവിടെ കൊണ്ടുപോകുന്നത്. സ്ഥലം നോക്കിയിട്ട് ഞാൻ കാഴ്ചയുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു. ഈ ഇവിടെ നിന്ന് വത്തിക്കാൻ സിറ്റിക്ക് ഒരു കഴിഞ്ഞ വീഡിയോയിൽ വത്തിക്കാൻ സിറ്റിയുടെ മാർക്കോപ്പയെ കണ്ടതും പറ്റിയിട്ടുള്ള ഒരു കൊടുത്തിട്ടുള്ളതിൽ ആദ്യം നമ്മളൊന്ന് പോയി കണ്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗം. സിറ്റിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെയിലാണ് സത്യം പറഞ്ഞാൽ, നല്ല ചൂടാണ്. കറങ്ങി ഒരു കാര്യമായില്ല. കണ്ടാൽ ഒരു രാവിലെ ഇറങ്ങിയ ഇനി അവിടെ എത്തിയിട്ട് കാഴ്ച അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് ക്യാനിക്കോളോ. ഇവിടെയും മറ്റേ നമ്മൾ എന്താ പറയുക, അവിടെ ഒരു ഫൗണ്ടൻ കണ്ടില്ല, വാട്ടർ ഫൗണ്ടൻ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടനൊക്കെ ഇവിടുന്നുള്ള സിറ്റിയും നല്ല മനോഹരമുണ്ട്. ഇതൊരു എന്താ പറയുക, ഹില്ലേരിയ അതിമനോഹരം. വണ്ടിയുടെ മുൻപിൽ പാർക്ക് ചെയ്യാൻ സിറ്റിയിൽ കേട്ടോ. നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്ന വഴികളാണ് ഇതിൻ്റെ ഉള്ളിൽ. റോമിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ക്യാമറയിലൂടെ കാണാൻ കഴിയട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ മുന്നിലുണ്ട് ക്യാനിക്കോ. ഇതാണ് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൻ. ഇവിടെ ഇവര് കണ്ടോ, ഇതുപോലെ കുറെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. എവിടെ എഴുതിയിട്ട് കൊത്തി എഴുതിയിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് മനസ്സിലാവില്ല. അതെന്താ പറയുക, ഇറ്റാലിയനിലാണ് അവർ എഴുതിയിരിക്കുന്നത്. വലിയ സഞ്ചാരികളൊന്നുമില്ല കേട്ടോ, ഇവിടെ വളരെ കുറവാണ്, തിരക്ക് കുറവാണ് ഈ സ്ഥലത്ത്. ഈ വാട്ടർ ഫൗണ്ടൻ പക്ഷെ അവിടെ ഇങ്ങനെ എന്താ പറയാ, വെള്ളമൊന്നും വീണില്ല കേട്ടോ. നിറച്ച വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് അധികം ആളുകൾ മാത്രമേ ഇവിടെ വന്നു പോകുള്ളൂ. റോം നമുക്ക് മുഴുവനായിട്ട് ഇവിടെ നിന്ന് കാണാൻ കഴിയും കേട്ടോ. അത്യാവശ്യം ഈ മുകളിലെ ഗോപുരങ്ങളൊക്കെ ഇല്ലേ, ഓരോ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ, ബിൽഡിങ്ങുകളുടെ കവാടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വന്ന് ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോകണം കൂടുതൽ ആളുകളും ചെയ്യണം. ഇതിന്റെ ഹിസ്റ്ററി ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, എന്നാലും ക്ലിയർ ആയിട്ടൊന്ന് എനിക്ക് ഗൂഗിൾ ചെയ്ത് നോക്കണം. ഇത് പഠിക്കണം ഇതിനെ കുറിച്ച് എന്താന്നുള്ളത്. അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ടല്ലോ ഈ ഓരോ സ്ഥലങ്ങൾക്കും. അപ്പൊ അതെന്താന്നുള്ളത് എനിക്കൊന്ന് നോക്കി പഠിക്കണം. ഒരുപാട് ചുറ്റിക്കറങ്ങി ഒരുപാട് സ്ഥലങ്ങളോ റോമും വത്തിക്കാൻ സിറ്റി കഴിഞ്ഞപ്പോൾ ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് എന്താ പറയാ, വണ്ടിയിലും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് കൂടുതൽ ഇറങ്ങിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞ ഇവിടെ റൂമ് വത്തിക്കാനൊക്കെ എന്താ പറയുക, ഒരു 10 ദിവസങ്ങളിലൂടെ നിൽക്കണം. എന്നാലും നമുക്ക് 10 ദിവസം പോലെ എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ തോന്നും. ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിസ്റ്ററിപരമായിട്ട്. എന്തൊക്കെ ഈ ഒരു ദിവസം ഒറ്റക്ക് കവറേജിലേക്ക് എത്തിക്കാൻ നോക്കും.
സ്ഥലം പക്ഷേ രക്ഷയില്ലാത്ത സ്ഥലമാണ്. സ്റ്റൈലുകൾ ഒരു ബിൽഡിങ്ങുകളൊക്കെ പണിതിരിക്കുന്ന രീതി വളരെ അതിമനോഹരമാണ്. could carry the weight all on my back. Colors outdated. There's only so much hope in that. I can't do what I'd rather lose Same card. than lose you. Do what you gotta do, what you gotta do to be you. I gotta do what you gotta do, what you gotta do to put your heart to rest. നമ്മൾ ഈ വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം കേട്ടോ എത്ര പാട്ട് വരുന്നുള്ളത്. എന്തായാലും ഒരു 3 പാട്ടിന് കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 പാട്ടാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത് ഒരുപാടുണ്ട്, കണ്ടന്റുകൾ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് അത്രയും കവർ ചെയ്ത് വരാം. മാക്സിമം എന്നെ കൊണ്ട് ഈ ദിവസം കണ്ടൊക്കെ എടുത്തതാണ്. അത് 3, 4, 5 പാട്ടായി കുഴപ്പമില്ല. അത്രയും നമുക്ക് കാഴ്ചക്കാരിലേക്ക് എത്തിയാൻ പറ്റിയ അത് വലിയൊരു കാര്യം കാഴ്ച. അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ഇതുപോലെ കുറെ ക്യാബുകളുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് വണ്ടികൾ ഇതുപോലെ ഉണ്ട്. ഇത് യാത്രക്കാരെയൊക്കെ കൊണ്ടുപോകാനായിട്ടേ അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പൊ അങ്ങോട്ടുള്ള ഗസ്റ്റിനെ കൊണ്ടുപോകാനായിട്ടാണ് ആ വണ്ടി യൂസ് ചെയ്യുന്നത്. ഒരുപാട് വണ്ടികൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാ ഹോട്ടലിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. റൂമിലൊക്കെ സഞ്ചരിക്കാൻ പറഞ്ഞവർക്ക് ഇത് വളരെ സമാധാന ഒരു സ്ഥലമാണ്. വലിയ തിരക്കില്ല ഈ ഭാഗത്തൊന്നും. പക്ഷെ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പോവാം. എന്തായാലും നമ്മൾ അവസാനത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മൾ തിരിച്ചു പോകാം. വളരെ ഇതൊക്കെയാണ് ഇവിടെയുള്ള വിശേഷങ്ങൾ. വത്തിക്കാൻ സിറ്റി 2 പാട്ട്, ചിലപ്പോൾ 3 പാട്ടായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതൽ 2 പാട്ടായിരിക്കും സാധ്യത. വളരെ മനസ്സിലായ കാഴ്ചകളുണ്ട്. നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്ന കാഴ്ചകളെല്ലാം ഇനി പുതിയ ഇനി മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഇനി പിന്നീട് ഒരിക്കലും എന്തായാലും വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വ്ലോഗായിട്ട് വരുന്നത് എല്ലാവർക്കും Kebab e Civitavecchia. Ok. Tu Civitavecchia, nice kebab. You know the Turkish kebab? Yeah, nice, very nice, very good. Okay, Turkish kebab.